നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വയനാടിനൊരു കൈത്താങ്ങുമായി സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. പാലപ്പിള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാൾ കീഴടങ്ങി. കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും CPM നേതാവുമായിരുന്ന EL പാപ്പച്ചൻ അനുസ്മരണം നടത്തി. ചാലക്കുടി പ്രസ് ഫോറവും മർച്ചന്റ്സ് അസോസിയേഷനും ചേർന്ന് മധു സ്മൃതി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വയനാടിനൊരു കൈത്താങ്ങുമായി സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. കൊടകര മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും വയനാടിന്റെ പുനരധിവാസത്തിനായി ചെലവഴിക്കും. വെള്ളിക്കുളങ്ങര ഇരിഞ്ഞാലക്കുട റൂട്ടിലോടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെ വ്യാഴാഴ്ചയിലെ വരുമാനമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത്. തുക സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി കൊടകരയിൽ നടന്ന സ്വകാര്യ ബസിന്റെ ഫ്ളാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ജില്ലാ ട്രഷറർ PG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബസ് ഓണേഴ്സ് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, യൂണിയൻ പ്രതിനിധികൾ, യാത്രക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും CPM നേതാവുമായിരുന്ന EL പാപ്പച്ചൻ അനുസ്മരണം നടത്തി. മനക്കുളങ്ങര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VK മുകുന്ദൻ, CPM ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം KG രജീഷ്, മനക്കുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി ഷാൻ, റിജോ പാപ്പച്ചൻ, AKG ബ്രാഞ്ച് സെക്രട്ടറി അജിത് തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. വലിയ വിഭാഗം വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം, കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം വലിയ വെല്ലുവിളി അഥവാ പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ ഇത് നന്നായി ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പരമാവധി ജനങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് തുടർച്ചയായി പറയേണ്ടതുണ്ട് എന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കപ്പെടുകയുമാണ്. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. പാലപ്പിള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാൾ കീഴടങ്ങി. തിരുവനന്തപുരം അമ്പൂര് സ്വദേശി 48 വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 4 ആളുടെ പേരിൽ വനം വകുപ്പ് അധികൃതർ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവർ ഒളിവിലാണ്. പാലപ്പിള്ളി തോട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ മരം മുറിക്കുന്ന ജോലിക്കെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് വിനോദ്. ഓഗസ്റ്റ് 6-നായിരുന്നു സംഭവം. പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ സംഭവം അറിയുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് വിവരങ്ങളൊന്നും വനംവകുപ്പിന് ലഭിച്ചിരുന്നില്ല. മാനിനെ കെട്ടഴിച്ചു വിട്ടുവെന്നാണ് അറസ്റ്റിലായ പ്രതിയുടെ മൊഴി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്തരിച്ച യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ ഓർമ്മയായിട്ട് 4 വർഷം തികയുന്നതിന്റെ ഭാഗമായി ചാലക്കുടി പ്രസ് ഫോറവും മർച്ചന്റ്സ് അസോസിയേഷനും ചേർന്ന് മധു സ്മൃതി സംഘടിപ്പിച്ചു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും സമാദരണ സദസ്സും MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോമ്പാറ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടിയുടെ നിറസാന്നിധ്യങ്ങളായ തൃശൂർ ജില്ലാ പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കുമാരി ശ്രീഷ്മ ചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ,
ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി, ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ചാലക്കുടി ടൗൺ ഇമാം ഹാജി ഹുസൈൻ ബാഖവി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ബിനു മഞ്ഞളി, പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് KN വേണു, രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ എന്നിവർ സംസാരിച്ചു. പ്രസ് ഫോറം ട്രഷറർ വിൽസൺ മേച്ചേരി സ്വാഗതവും സെക്രട്ടറി റോസ് മോൾഡോനി നന്ദിയും പറഞ്ഞു. മധു സ്മൃതിയുടെ ഭാഗമായി പ്രസ് ഫോറത്തിൽ പുഷ്പാർച്ചനയും കൊരട്ടി പാഥേയത്തിൽ പൊതിച്ചോറ് സമർപ്പണവും നടത്തി. മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ ആളുകൾക്ക് മറവി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും മധുവിനെ ഓർക്കാനും മധുവിൻ്റെ കുടുംബത്തെ ഓർക്കാനും അവരെ സഹായിക്കാനും ആ മധു സ്മൃതി നിലനിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മധുവിനെ ആചരിക്കാനും മധുവിൻ്റെ ദിവസം ആചരിക്കാനും ഒക്കെ പ്രസ് ഫോറം ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ചാലക്കുടിയുടെ പൊതുമണ്ഡലത്തിൽ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. വ്യത്യസ്തമായ തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ആ സ്കൂളിൽ ആദ്യമായി വിജയിച്ചു വന്ന കാലം മുതൽ സഹപ്രവർത്തകരായി കളിക്കൂട്ടുകാരായി വളർന്നു വന്ന ആളുകളാണ്. ഇവർക്കൊക്കെ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരിക്കുമെന്നുള്ളത്. മധുവായിട്ട് ഒരുപാട് നാള് കൂടെ നിൽക്കുവാനും അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനങ്ങൾ രംഗത്ത് കാണിച്ച നല്ല പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ സാധിച്ച വ്യക്തിയാണ്. ചാലക്കുടിയുടെ കൂട്ടായ്മയാണ് ഈ എല്ലാവരും ഇരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് KV സുനിൽകുമാർ പറഞ്ഞ അതേ നിലപാട് തന്നെ എനിക്കത്. തിരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയവും ചാലക്കുടി അവാർഡ് ഭവന്റെയും നേതൃത്വത്തിൽ കർഷക സംഗമവും ജൈവഗ്രാമം പദ്ധതി ക്ലസ്റ്റർ രൂപീകരണവും തിരുത്തിപ്പറമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി, റവറന്റ് ഫാദർ സിനു അരിമ്പു പറമ്പിൽ, DDM സെബിൻ ആന്റണി, പഞ്ചായത്ത് അംഗം പ്രഭാകൃഷ്ണനുണ്ണി, കൃപ ഓർഗാനിക് മാനേജിംഗ് ഡയറക്ടർ വേണു, അവാർഡ് ഭവൻ കോർഡിനേറ്റർ ബിൻസി ജോസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ കർഷകർക്കും സൗജന്യ ജൈവവളം വിതരണം ചെയ്തു. സാംസ്കാരിക നിലയം സെക്രട്ടറി നവീൻ, ജോയിന്റ് സെക്രട്ടറി ജിഷ്ണു, അംഗങ്ങളായ ശ്രീകാന്ത്, അഭിമന്യു, അഭിഷേക്, അൽജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷകരിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഇവർക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കർഷകരെ സംബന്ധിച്ച് എന്നും കഷ്ടപ്പാട് തന്നെ. സിനിമാ ലോകത്തേക്ക് പുതിയ വാഗ്ദാനവുമായി കൊടകരയിൽ നിന്നും ഒരു യുവാവ്. കൊടകര കാവിൽ സ്വദേശി KR ഗോകുലാണ് ചലച്ചിത്ര ലോകത്തേക്ക് പുതിയതായി കാൽവയ്പ് നടത്തുന്നത്. വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന കർണിക എന്ന മലയാളം ചലച്ചിത്രത്തിലൂടെയാണ് ഗോകുൽ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുന്നത്. ഈ ചലച്ചിത്രത്തിൽ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ഇദ്ദേഹം അഭിനയിക്കുന്നത്. ഇതിനു മുൻപ് നിരവധി പരസ്യചിത്രങ്ങളിലും ഹ്രസ്വചിത്രങ്ങളിലും ഈ യുവനടൻ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. കൊടകരയിൽ വിസ്മയ ടൈംസിന്റെ ഉടമയായ കാവിൽ കോന്തോത്ത് രാമചന്ദ്രന്റെയും രമയുടെയും മകനാണ് ഗോകുൽ. ഈ സിനിമ ഒരു ത്രില്ലർ മൂവിയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവി തന്നെയായിരിക്കും കർണിക. ഈ സിനിമയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട്, കണ്ണൂർ ഭാഗങ്ങളിലാണ്. അപ്പോൾ അതിൽ സഹതാരങ്ങളായിട്ട് വരുന്നത് പുതുമുഖങ്ങൾ തന്നെയാണ്. പിന്നെ വരുന്നത് പ്രിയങ്ക നായർ, TG രവി, അങ്ങനെ മെയിൻ ആർട്ടിസ്റ്റുകളായിട്ട് അവർ വരുന്നുണ്ട്. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. രാഹുൽ, രാഖി എന്നിവർ സഹോദരങ്ങളാണ്. BBA ബിരുദധാരിയായ ഇദ്ദേഹം പിതാവിനൊപ്പം ബിസിനസ് നടത്തുകയാണ്. ഹൊറർ, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ ചിത്രമായ കർണികയുടെ കഥയും സംഗീതവും സംവിധാനവും നവാഗതനായ അരുൺ വെൺപാലയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഷോഹൻ റോയി, അഭിനി ഷോഹൻ എന്നിവരാണ് ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. കർണൻ, പ്രിയങ്ക നായർ, ഐശ്വര്യ വിലാസ്, TG രവി തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിലായിട്ടാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. കൊടകര, സിറ്റി, ശിവദം മൂവീസിലടക്കം കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ ചലച്ചിത്രം പ്രദർശനത്തിനെത്തുന്നുണ്ട്. അവൻ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയല്ല. അപ്പോൾ അവൻ്റെ കഴിവുകൊണ്ടും അവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 22ാമത് സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം കുറിച്ചു. ഹെഡ്മാസ്റ്റർ T. അനിൽകുമാർ പതാക ഉയർത്തി.
മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. B. ബിജു, CP ജോബി, അരുൺ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മേള വെള്ളിയാഴ്ച അവസാനിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാടിനൊരു കൈത്താങ്ങുമായി സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. പാലപ്പിള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാൾ കീഴടങ്ങി. കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും CPM നേതാവുമായിരുന്ന EL പാപ്പച്ചൻ അനുസ്മരണം നടത്തി. ചാലക്കുടി പ്രസ് ഫോറവും മർച്ചന്റ്സ് അസോസിയേഷനും ചേർന്ന് മധു സ്മൃതി സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.